നമസ്കാരം, കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2020 ഇന്ന് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയുമാണ്. പരീക്ഷ 60 മാർക്കിലായിരുന്നു. സമയം 2 മണിക്കൂറായിരുന്നു. അപ്പോൾ ആദ്യത്തെ മോഡൽ എക്സാമാണ് 60 മാർക്കിലുള്ളത്. 20 ക്വസ്റ്റ്യൻസാണ് ആകെ ഉണ്ടായിരുന്നത്. നമുക്കതിൻ്റെ ആൻസർ കീയിലോട്ട് കിടക്കാം. പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളിൽ 3 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് എഴുതുക. 1 മുതൽ 8 വരെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ 4 മാർക്കിൻ്റെതാണ്. 9 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതുക. അടുത്തത് ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ്. 17 to 20 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ, അതായത് 4 ചോദ്യങ്ങൾ കൊടുത്തു. അതിൽ 3 എണ്ണം എഴുതുക, 6 മാർക്കിൻ്റെത്. ഈ രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: A is equal to x such that x is an integer and -3 less than x less than 7. B is equal to x such that x is a natural number less than 6. Express A and B in roster form. റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ -2 തൊട്ട് 6 വരെ, ബിയുടെ വാല്യൂ 1 തൊട്ട് 5 വരെ. A മൈനസ് ബി -2 -1 0 6. ബി മൈനസ് എ നൾ സെറ്റ്. ഇനി അതിൻ്റെ പ്രൂവ് ദാറ്റ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എ മൈനസ് ബി. ഇത് ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ആർക്കും മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ കാണാൻ, അത് കാണുമ്പോൾ നമുക്ക് എ മൈനസ് ബി തന്നെ കിട്ടും. അത് പ്രൂവ് ചെയ്യാനായിരുന്നു ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ ക്ലാസ് ഓഫ് 35 സ്റ്റുഡൻസ് 24 like to play cricket, 16 like to play football. Also each student like to play at least one of the two games. How many like to play both cricket and football? ഈ ചോദ്യം ടെക്സ്റ്റിൽ നിന്ന് നേരിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. ഇതിന് സി യൂണിയൻ എഫ് 35 തന്നിട്ടുണ്ട്. സി ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർ 24, ഫുട്ബോൾ ഇഷ്ടമുള്ളവർ 16. രണ്ടിലും കോമൺ ആയിട്ട് ഇഷ്ടമുള്ളവർ എത്ര പേരെന്നായിരുന്നു ചോദ്യം. ഹൗ മെനി ലൈക്സ് ടു പ്ലേ ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ? അപ്പോൾ 5 പേരാണ്. അതായത് 24 + 16 - 35. ആൻസർ 5. മൂന്നാമത്തെ ചോദ്യം സൈൻ 315 ഡിഗ്രി കണ്ടുപിടിക്കാനാണ്. സൈൻ 315 ഡിഗ്രി കണ്ടുപിടിക്കാൻ സൈൻ 360 -45 ചെയ്യണം. അതായത് സൈൻ -45, അതായത് സൈൻ 45. സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആയതുകൊണ്ട് സൈൻ 45 -1/√2. ഇനി ഒരു ചോദ്യം: പ്രൂവ് ദാറ്റ് 2 sin square π/6 + cosec square 7 π/6 cos square π/3 = 3/2 എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. 2 sin square π/6നെ നമുക്ക് 2 × 1/2² cosec square π + π/6 എന്ന് എഴുതാം. 7 π/6നെ അവിടെ നമുക്ക് അതിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. cos square π/3നെ 1/2 അതിൻ്റെ സ്ക്വയർ. ആൻസർ 1/2 + 1, ആൻസർ 3/2 എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്യുമ്പോൾ. നാലാമത്തെ ചോദ്യം: ഇഫ് ദ സം ഓഫ് n ടേംസ് ഓഫ് an arithmetic progression is 258 is equal to the sum of n terms of an arithmetic progression 57, 59, 61. അതായത് ആദ്യത്തേൻ്റെ സം ഓഫ് n ടേംസും രണ്ടാമത്തേൻ്റെ സം ഓഫ് n ടേംസും തുല്യമാക്കി എഴുതുന്നു. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഉത്തരം n = 111 എന്ന് നമുക്ക് കിട്ടും. അഞ്ചാമത്തെ ചോദ്യം: The sum of first 3 terms of an arithmetic progression is 13/12 and their product is -1. Find the common ratio, find the geometric progression. ഇതിനെ നമുക്ക് 3 ടേംസ് എടുക്കേണ്ടത് a/r, a/r എന്നാണ്. അതിൻ്റെ പ്രോഡക്റ്റ് -1 തന്നിട്ടുണ്ട്. അപ്പോൾ a³ = -1 എന്നും a = -1 എന്ന് തന്നെ കിട്ടും. സം 13/12 തന്നിട്ടുണ്ട്. അവിടെ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ലഭിക്കും. 12r² + 25r + 12 = 0. ഇത് -b ± കൊടുത്ത് അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ r നമുക്ക് -3/4 എന്നോ അല്ലെങ്കിൽ -4/3 എന്നും കിട്ടും. ഇവിടെ ഈ 2 വിലകളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ സ്ഥാനത്ത് എക്ക് -1 കൊടുക്കുമ്പോൾ നമുക്ക് GP ഒന്നെങ്കിൽ 4/3 - 1 3/4 എന്ന് കിട്ടും, അല്ലെങ്കിൽ തിരിച്ച് 3/4 - 1 4/3 എന്ന് കിട്ടും.
ആറാമത്തെ ചോദ്യം ടെക്സ്റ്റിൽ നിന്ന് നേരിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 2, 4, -3 ആൻഡ് -3, 4, 5, -3, 5, 4 ഈസ് ഡിവൈഡഡ് ബൈ XY പ്ലെയിൻ. ഹെൻസ് ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്റ്. XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം Z = 0. അപ്പോൾ നമ്മൾ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഇതിനെ എഴുതുമ്പോൾ റേഷ്യോ K:1 എന്ന് എടുക്കുക. അപ്പോൾ ആൻസർ K = 3/4 എന്ന് കിട്ടും. അവിടുന്ന് റേഷ്യോ 3:4. അതുപോലെ തന്നെ ഇതിൻ്റെ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് എക്സും വൈയും കണ്ടുപിടിക്കാം. അപ്പോൾ -1/7 എന്നും 31/7 എന്നും ലഭിക്കും. അവിടെ നിന്ന് ആ പോയിൻ്റ് -1/7, 31/7, 0 എന്ന് എഴുതാൻ സാധിക്കും. ഏഴാമത്തെ ചോദ്യം നമ്മളെപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചെയ്യാൻ വരിക. അത് സൈൻ, കോസ്, ടാൻ ഇതാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറ്. ഈ പ്രാവശ്യം നമുക്ക് ചോദിച്ചത് കോസ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാനറിയാം f(x) = cos x, f(x + h) = cos x + h എന്നും അത് ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഇക്വേഷൻ അതായത് f(x) limit h → 0 f(x + h - f(x/h) എന്ന ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് -sin x എന്ന് ലഭിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അത് വന്നത് തന്നെ 3 മാർക്കിനുള്ള ചോദ്യമായിട്ടാണ്. അടുത്തത് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന വേറൊരു ചോദ്യമാണ്. കോഷ്യൻ റൂൾ വെച്ച് ചെയ്യാനായിരുന്നു. cos x/1 + sin x. അതായത് ഡിനോമിനേറ്ററാണ് ആദ്യം എഴുതി. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1/1 + sin x എന്ന് കിട്ടുന്നു. ആൻഡ് ഫംഗ്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു 9ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിൽ 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദി എബവ് ഗ്രാഫ് ഡസൻറ്റ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യാത്തത് ഏതാണ്? ഫംഗ്ഷനെ റെപ്രസെൻ്റ് ചെയ്യാത്ത ഗ്രാഫ് ഫിഗർ 2 ആണ്. കാരണം 1 കൊടുക്കുമ്പോൾ 2 ഇമേജ് കിട്ടുന്നു, 1ഉം -1ഉം. 2 കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ 2 ഇമേജുകൾ കിട്ടുന്നു. ഇതുകൊണ്ട് ഇത് ഫംഗ്ഷൻ അല്ല. ഐഡൻറ്റിഫൈ ദ സൈനം ഫംഗ്ഷൻ. സൈനം ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഫിഗറാണ്. റൈറ്റ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സൈനം ഫംഗ്ഷൻ. ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വില ഇവിടെ നിന്ന് ഇവിടം വരെ ഇങ്ങോട്ട് ഏത് വിലയും കൊടുക്കാം. അപ്പോൾ -∞ to ∞ ആണ് ഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് -1ഉം 1ഉം 0യും ആണ്. കിട്ടുന്ന വിലകളാണ് റേഞ്ച്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യമായിരുന്നു 10ാമത്തെ ചോദ്യം. പ്രൂവ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 7n - 3n is divisible by 4. P of n is equal to 7n - 3n is divisible by 4. അടുത്ത സ്റ്റെപ്പ് ഇതാണ്. when n is equal to 1 കൊടുക്കുമ്പോൾ 4 എന്ന് കിട്ടും. it is divisible by 4. k കൊടുക്കുന്നു. assume n is equal to k is true. ഇതാണ് സ്റ്റെപ്പ്. അപ്പോൾ 7k - 3k is divisible by 4. അതിനെ നമ്മൾ 4m എന്ന് വിളിക്കുന്നു. when n is equal to k + 1 കൊടുക്കുന്നു. അപ്പോൾ 7k + 1 - 3k + 1 അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇവിടെ നമ്മളൊരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അത് 7 × 3k. 7 × 3k എന്ന നമ്പർ മൈനസ് ചെയ്യുന്നു, പിന്നെ പ്ലസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് 7 കിട്ടി. അവിടുന്ന് 7k - 3k ബ്രാക്കറ്റിൽ വന്നു, പ്ലസ് 3k വെളിയിലിട്ടപ്പോൾ 7 - 3. ഇത് രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇത് 4ൻ്റെ മൾട്ടിപ്പിളാണ് നേരത്തെ നമ്മൾ എഴുതി. അപ്പോൾ 4 കോമൺ ആയിട്ട് കിട്ടി. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് divisible by 4. സോ k + 1 ഈസ് ട്രൂ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം 11ാമത്തെ ചോദ്യം പോളാർ ഫോമിൽ നിന്നാണ് വന്നത്. പോളാർ ഫോം എഴുതുക. സാധാരണ പോളാർ ഫോം എഴുതാൻ വേണ്ടി ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ട് അതിൽ നിന്ന് പോളാർ ഫോം എഴുതുകയാണ് ചോദ്യം. പക്ഷേ ഇത്തവണ നമുക്കൊരു ഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നാണ്. പക്ഷേ വളരെ എളുപ്പമുള്ളൊരു ചോദ്യം തന്നെയായി. r is equal to √2. ആംഗിൾ തന്നിട്ടുണ്ട് 3π/4. അപ്പോൾ അതിൻ്റെ z എഴുതാനായിരുന്നു. z -i പോളാർ ഫോമിൽ എഴുതുമ്പോൾ √2 × cos 3π/4 + i sin 3π/4. ഇതിന് വാല്യൂ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്നത് -1ഉം i എന്നാണ്. റിയൽ പാർട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. റിയൽ പാർട്ട് -1, ഇമാജിനറി പാർട്ട് 1. അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനും ചോദ്യം വന്നിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ z⁻⁻1 = z⁻mod z എന്ന ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ -1/2 + i × -1/2 എന്ന് കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് എഴുതുമ്പോൾ -1 + i/2 എന്നും എഴുതാം. അടുത്ത 12ാമത്തെ ചോദ്യം ഗ്രാഫ് വരയ്ക്കാനായിരുന്നു. അതായത് ഇൻഇക്വാളിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ചോദ്യമാണ് 12ാമത്തത്.
അത് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷൻ ഈക്വൽ ടു ഇട്ട് എഴുതി, എന്നിട്ട് എക്സിന് 0 കൊടുത്തു, വൈ കിട്ടി, വൈക്ക് 0 കൊടുത്തു, എക്സ് കിട്ടി. അങ്ങനെ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് നമ്മൾ ലൈൻ വരയ്ക്കുന്നു. അതിനുശേഷം അതുപോലെ അടുത്തതും പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു, ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ 3 ലൈൻ വരച്ചിട്ട് എങ്ങോട്ടാണെന്നുള്ളത് നോക്കി ഷെയ്ഡ് ചെയ്യുന്നു. ഷെയ്ഡഡ് പോർഷൻ നോക്കുക. ഇതാണ് അതിൻ്റെ ഫീസിബിൾ റീജിയൺ എന്ന് പറയുന്നത്. ഗ്രാഫ് ഈ രീതിയിലാണ്. 13ാമത്തെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ നിന്നുമാണ്. അതിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് TR+1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഇത് ചെയ്യാൻ സാധിക്കും. അവിടെ മിഡിൽ ടേം 8 ടേംസ് ഉള്ളത് കൊണ്ട് മിഡിൽ ടേം T5 ആണ്. അപ്പോൾ 5th ടേം R=4 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ 35/8 x⁻12 എന്നാണ് കിട്ടുന്നത്. 14ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ലൈൻ ജോയിനിങ് ഓഫ് ദ വെർട്ടെക്സ് ഓഫ് പരാബോള y²=12x ടു ദ 2 ends ഓഫ് ലാറ്റസ് റെക്റ്റം. ഇതിന് അവിടെ നമുക്ക് ഫിഗർ വരച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം y²12x എന്നത് ഒരു പരാബോളയാണ്. y²4x എന്ന രീതിയിലാണ്. അപ്പോൾ 4a12 എന്ന് കിട്ടും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 12. a=3 എന്ന് കിട്ടും. അപ്പോൾ ഫോക്കസ് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം x ആക്സിലായതുകൊണ്ട് ഈ നീളം 3, ഹൈറ്റ് കിട്ടി 3. ട്രയാങ്കിൾ എന്ന് പറയുന്ന വെർട്ടെക്സിനെയും ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റൻ്റെ എൻഡ് പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യണമെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ ട്രയാങ്കിൾ ഇതാണ്. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ BH, ബേസ് 12ഉം ഹൈറ്റ് 3യും, അതിൻ്റെ പകുതി എടുക്കുമ്പോഴത്തേക്കും 18 എന്ന് കിട്ടും. പിന്നെ അടുത്ത ചോദ്യം, ഹെൻസ് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഫോക്കസ്. ഫോക്കസ് സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിൻ്റെ ഇക്വേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റമാണ് ഡയമീറ്റർ എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 12 ആയതുകൊണ്ട് റേഡിയസ് 6 എന്ന് കിട്ടും. റേഡിയസ് 6 അത് പാസ് ചെയ്ത് പോകുന്നത് ഒറിജിനിൽ കൂടി ആകണമെന്നില്ല. ഈ ഫിഗർ നോക്കുക, ഒറിജിനിൽ കൂടി അല്ല, ഇച്ചിരി മാറിയാണത് പോകേണ്ടത്. കാരണം ഇവിടുന്ന് ഇവിടം വരെ 3 ഉള്ളൂ. ഇത് മൊത്തത്തിൽ 12 ഉണ്ട്, അത് ഓർക്കണം. ഇനി സെൻറ്റർ 30, റേഡിയസ് 6 ആണ്. അപ്പോൾ HK എന്ന രീതിയിൽ 30 എടുത്തു. സെൻറ്ററും റേഡിയസും വെച്ച് ഇക്വേഷൻ x−h² + y−k² r² എന്ന ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് x² + y² - 6x - 27 0 എന്ന് കിട്ടും. 15ാമത്തെ ചോദ്യം, write the negation of the statement all triangles are not equilateral. നെഗേഷൻ എഴുതാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്ത് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. അപ്പോൾ ആ രീതിയിൽ തന്നെ പഠിക്കുക, ഏറ്റവും എളുപ്പമാണ്. ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ്, ആ തന്ന കാര്യം അതുപോലെ എഴുതുന്നു. ഓൾ ട്രയാങ്കിൾസ് ആർ നോട്ട് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ള പോലെ പ്രൂവ് ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ √7 ഈസ് ഇറാഷണൽ. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതിനേക്കാൾ എളുപ്പത്തിലാണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ √7 ഇറാഷണലാണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ √7 = p/q എന്ന ഫോമിൽ എഴുതി 2 സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ p²/q² = 7. അവിടെ നിന്ന് p² = 7q² എന്ന് കിട്ടും. p² ഒരു മൾട്ടിപ്പിളാണ് 7ൻ്റെ, p is a multiple of 7. അപ്പോൾ നമ്മൾ p = 7 × m എന്ന് എടുക്കുന്നു. അതിൻ്റെ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ p² = 7m². ഇതിനെ 7ൻ്റെ സ്ക്വയർ 49 എന്ന്, m² അതുപോലെ എഴുതി. p² നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ 7q² എന്ന് എഴുതി. അപ്പോൾ 7 ക്യാൻസൽ ചെയ്തപ്പോൾ q² = 7m². അപ്പോൾ എന്ത് കിട്ടി? q² is a multiple of 7. അതിൻ്റെ അർത്ഥം q is a multiple of 7. ഇപ്പോൾ കിട്ടിയത്, ആദ്യം പറഞ്ഞു p is a multiple of 7, ഇപ്പോൾ കിട്ടി q is a multiple of 7. It contradicts our assumption. So √7 is irrational. നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. It contradicts our assumption. So √7 is irrational. 16ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 cards ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് ഡെക്ക് ഓഫ് 52 cards ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ കിങ്സ് 3 kings. ഓൾ കിങ്സ് എന്നതിൻ്റെ ആൻസർ കിട്ടുക 1/7735 ആണ്. 3 kings എന്നതിന് നമുക്ക് ആൻസർ കിട്ടുന്നത് 4c3 × 48c4/52c7 എന്നാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 9/1547 എന്ന ആൻസർ കിട്ടും. 17ാമത്തെ ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അതായത് 3 ക്വസ്റ്റ്യൻസ് ചെയ്യണം, 17 തൊട്ട് 20 വരെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻവേഴ്സ്
ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിൽ നിന്നും അതിന് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് എന്ന സെക്ഷനിൽ നിന്ന് വന്ന 4 മാർക്കിൻ്റെ ചോദ്യമാണ് sin 2x പ്ലസ് sin 6x മൈനസ് sin 4x ഇസിക്കൽ ടു 0. ഇതിനെ സി ഡി ഫോമിൽ ഉപയോഗിച്ച് ഇത് ആദ്യം നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി 2xും 6xും അടുപ്പിച്ച് എഴുതി അവിടെ സി ഡി ഫോമിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും 2 sin c പ്ലസ് d ബൈ 2 cos c മൈനസ് d ബൈ 2 എന്നിട്ട് അത് സോൾവ് ചെയ്തപ്പോഴത്തേക്കും sin x കോമൺ വന്നു, അത് വെളിയിലെടുത്തു 2 cos 2x മൈനസ് 1. ഇപ്പോൾ ഒന്നെങ്കിൽ sin 4x 0 അല്ലെങ്കിൽ 2 cos 2x മൈനസ് 1 ഇസിക്കൽ ടു 0. അവിടെ നിന്ന് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ x ഇസിക്കൽ ടു n പൈ ബൈ 4 എന്നും 2x ഇസിക്കൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3 അഥവാ x ഇസിക്കൽ ടു n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 6 എന്നും കിട്ടും. അടുത്ത ചോദ്യം സപ്ലിമെൻ്ററി മെറ്റീരിയലിൽ നിന്നും വന്നതാണ്, അതായത് ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. a പ്ലസ് ബി ബൈ സി ഇസിക്കൽ ടു കോസ് എ മൈനസ് ബി ബൈ 2 ബൈ സൈൻ സി ബൈ 2 എന്ന് പ്രൂവ് ചെയ്യാം. ആ ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ എഴുതാം. സൈൻ എ ബൈ എ ഇസിക്കൽ ടു സൈൻ ബി ബൈ ബി ഇസിക്കൽ ടു സൈൻ സി ബൈ സി ഇസിക്കൽ ടു കെ ആണ്. അവിടെ നിന്ന് എ ഇസിക്കൽ ടു കെ സൈൻ എ, ബി ഇസിക്കൽ ടു കെ സൈൻ ബി, സി ഇസിക്കൽ ടു കെ സൈൻ സി എന്ന് കിട്ടും. എ പ്ലസ് ബി ബൈ സി ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് കാണുമ്പോൾ ഈ രീതിയിൽ നമുക്ക് എഴുതാം. അവിടെ കെ ക്യാൻസലായി സൈൻ എ പ്ലസ് സൈൻ ബി ബൈ സൈൻ സി എന്ന് കിട്ടി. ഇത് സി ഡി ഫോമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ മാറ്റാം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞ പൈ ആണ്. എ പ്ലസ് ബി ഇസിക്കൽ ടു പൈ ബൈ 2 മൈനസ് സി ബൈ 2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് സി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ഡിനോമിനേറ്ററുള്ള വാല്യൂ സെയിം ഉള്ളത് ക്യാൻസൽ ചെയ്ത് പോകുന്നു. മിച്ചമുള്ളത് കോസ് എ മൈനസ് ബി ബൈ 2 ഇൻറ്റു ഡിവൈഡഡ് ബൈ സൈൻ സി ബൈ 2 എന്ന് കിട്ടുന്നു. 18ാമത്തെ ചോദ്യം ഇഫ് NC9 ഇസിക്കൽ ടു NC8 ദെൻ n ഇസിക്കൽ ടു എത്ര എന്നായിരുന്നു. അവിടെ n ഇസിക്കൽ ടു 17 എന്നാണ് ആൻസർ. അടുത്തത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് പെർമ്യൂട്ടേഷൻസ് ബി അറേഞ്ച്ഡ്. വേർഡ് സ്റ്റാർട്ട് വിത്ത് പി ആൻഡ് എൻഡ് ഇൻ എസ്. പിന്നെ വോവൽസ് ആർ ഓൾ ടുഗദർ. ഇതിൻ്റെ ആദ്യത്തെ ആൻസർ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയലാണ്. അത് ചെയ്യുമ്പോൾ 1814400 എന്ന് ലഭിക്കും. ബി ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഇസിക്കൽ ടു, അതായത് വവൽസും ആർ ഓൾ ടുഗദർ, വവൽസ് എല്ലാം കൂടെ കിട്ടുന്നത് 8 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയലാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 241920 എന്നാണ്. അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് each of 3 vowels and 2 consonants can be formed from the letters of the word involute. അതിന് ടോട്ടൽ നമ്പർ ഓഫ് വേർഡ്സ് 3 വവൽസും 2 കൺസോണൻസും ഉള്ളത് 4C3 ഇൻറ്റു 4C2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പോൾ ആൻസർ 24 ഇൻറ്റു 120, അതായത് 2880 ആണ് കിട്ടുന്നത്. 19ാമത്തെ ചോദ്യം ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ 3, 8 ആൻഡ് പെർപെൻഡിക്കുലർ ടു x പ്ലസ് 3y മൈനസ് 7 ഇസിക്കൽ ടു 0. ഇതിൻ്റെ ബാക്കി 2 സബ് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു. മൊത്തം 6 മാർക്കിനാണ് ചോദിച്ചത്. ഓൾസോ ഫൈൻഡ് ദ ഇമേജ്. അപ്പോൾ ഇമേജ് കാണണം. പിന്നെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കൂടെ കാണാനുണ്ടായിരുന്നു ചോദ്യം. ഇതിൽ ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്ന ലൈൻ്റെ സ്ലോപ്പ് -1/3, പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് 3, അതായത് റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ്. അപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ 3x മൈനസ് y മൈനസ് 1 ഇസിക്കൽ ടു 0 എന്ന് കിട്ടുന്നു. പിന്നെ നമുക്ക് ഇമേജ് കാണുന്ന സ്റ്റെപ്പ് അറിയാം. അതിനാദ്യം ഈ പോയിൻ്റ് കണ്ടുപിടിക്കണം, പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അത് ഇക്വേഷൻസ് രണ്ടും സോൾവ് ചെയ്യുമ്പോൾ x1 എന്നും y2 എന്നും കിട്ടും. പിന്നെ അതിൻ്റെ മിഡ് പോയിൻ്റാണ് ഈ 1, 2 എന്ന് പറയുന്ന പോയിൻ്റ്. അവിടെ നിന്ന് ഇമേജ് HK എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇമേജ് -1, 4 എന്ന് കിട്ടും. എൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാണാനുള്ള ഫോർമുല ഇതാണ്. എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് തന്നിരിക്കുന്ന പോയിൻ്റ് 3, 8 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2√10 എന്ന ആൻസർ കിട്ടും. 20ാമത്തെ ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതാണ്. അതിൻ്റെ മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക, കൂടാതെ
അതിൽ നിന്ന് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും കണ്ടുപിടിക്കുക. ഈ 3 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. മീൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം FI XI കണ്ടുപിടിച്ചിട്ട് ഡിവൈഡഡ് ബൈ സം ഓഫ് FI. അപ്പോൾ 2 എന്നാണ് മീൻ കിട്ടുന്നത്. പിന്നെ വേരിയൻസ് കാണാൻ FI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, XI ഇൻറ്റു XI മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു FI കണ്ടുപിടിച്ചു. അതിൽ നിന്ന് 30 കിട്ടി. 30/25 ചെയ്യുമ്പോൾ വേരിയൻസ് കിട്ടുന്നു 6/5. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി റൂട്ട് 6/5 അഥവാ 1.095 എന്ന് കിട്ടും. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ σ/x ആണ് കാണേണ്ടത്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഓഫ് എ എന്ന് പറയുന്നത് 1.095/2 അതായത് 0.5475 എന്നും കോയിഫിഷ്യൻ്റ് വേരിയേഷൻ ഓഫ് ബി എന്നത് 1.25/2 എന്ന് അതായത് 0.625 എന്ന് കിട്ടും. കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞതാണ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അത് നമുക്ക് എ എന്നാണ് ആൻസർ കിട്ടുന്നത്. A+ കിട്ടുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ചില ക്വസ്റ്റ്യനുകൾ ലാസ്റ്റ് ഭാഗം കാണിക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും പൊതുവെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള രീതിയിലാണ് കുട്ടികളുടെ പ്രതികരണം എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.